യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള തുടർച്ചയായ പഠനത്തിലെ മൂന്നാമത്തെ ഭാഗമാണിത്. യേശുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പിന് ശേഷം എന്നീ 4 ഭാഗങ്ങളാണ് ഈ പഠനത്തിൽ ഉള്ളത്. ഇതിൽ മൂന്നാമത്തെ ഭാഗമായ ഉയർപ്പ് എന്നതാണ് ഈ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം. ഈ പഠനത്തിൻ്റെ 4 ഭാഗങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനൽ naphtalitribe.tv.com ലഭ്യമാണ്. എല്ലാ ഭാഗങ്ങളും കേൾക്കുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പഴയ നിയമ പ്രവാചകന്മാരും യേശുക്രിസ്തുവും അവരുടെ ശുശ്രൂഷാ കാലയളവിൽ മരിച്ചുപോയ ചിലരെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളുടെ വിവരണങ്ങളിൽ എല്ലായിടത്തും ഉയർപ്പ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല എങ്കിലും അവരുടെ ജീവനിലേക്കുള്ള മടങ്ങിവരവിനെ ഉയർപ്പ് എന്നാണ് വേദപുസ്തകത്തിൽ പൊതുവെ പരാമർശിക്കുന്നത്. ഉദാഹരണത്തിന് യേശു യോഹന്നാന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാചകം ലൂക്കോസ് 7:22 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. ഇവിടെ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എഗാരോ എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം എഴുന്നേൽക്കുക, ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുക, മരണം എന്ന ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുക, മരിച്ചവരെ ജീവനിലേക്ക് തിരികെ വിളിക്കുക, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽക്കുക എന്നിങ്ങനെയാണ്. ഇതേ ഗ്രീക്ക് വാക്ക് തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചും പറയുവാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനാൽ പൊതുവെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് തിരികെ വരുന്നതിനെ ഉയർപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ മരണത്തിൽ നിന്നും തിരികെ ജീവനിലേക്ക് വന്ന മനുഷ്യരുടെ ഉയർപ്പും മരിച്ചു അടക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും 3-ാം ദിവസം തിരികെ ജീവനിലേക്ക് വന്ന യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷാ കാലയളവിൽ അവൻ ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്ന 3 പേരിൽ ലാസർ മാത്രമേ 3 ദിവസങ്ങൾ കല്ലറയിൽ കിടന്നുള്ളൂ. യായിറോസിന്റെ മകൾ മരിച്ച മണിക്കൂറുകൾക്കുള്ളിൽ അവൾ ജീവനിലേക്ക് തിരികെ വന്നു. വിധവയുടെ മകനും അധികം മണിക്കൂറുകൾ മരിച്ച അവസ്ഥയിൽ ആയിരുന്നില്ല. കാരണം യഹൂദ രീതി അനുസരിച്ച് ശവശരീരം എത്രയും വേഗം അടക്കം ചെയ്യുമായിരുന്നു. എന്നാൽ ലാസർ മരിച്ച് 4-ാമത്തെ ദിവസമാണ് അവനെ ഉയർപ്പിക്കുന്നത്. എങ്കിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മരണത്തിൽ നിന്നും ജീവനിലേക്ക് തിരികെ വന്ന എല്ലാ മനുഷ്യരും പിന്നീട് എല്ലാവരെയും പോലെ മരിച്ചു. അവർക്ക് എല്ലാ മനുഷ്യരെയും പോലെയുള്ള ശാരീരിക മരണമുണ്ടായി. എന്നാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിന് ശേഷം അവൻ മരിച്ചിട്ടില്ല. യേശുക്രിസ്തു മാത്രമേ ഒരിക്കൽ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർക്കുകയും പിന്നീട് നിത്യനായി ജീവിക്കുകയും ചെയ്യുന്നുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലെ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്ന അവനവരെ അറിയിച്ച സുവിശേഷം സംക്ഷിപ്തമായി പറയുന്ന വേദഭാഗമാണ് 1 കൊരിന്ത്യർ 15:3-7 വരെയുള്ള വാക്യങ്ങൾ. അദ്ദേഹം ഇവിടെ 3 സംഭവങ്ങളെ എടുത്തു പറയുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. തിരുവെഴുത്തുകളിൻ പ്രകാരം എന്ന് പൗലോസ് പറയുന്നത് ഏത് വചനമാണ് എന്നതിൽ കൃത്യതയില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക വേദഭാഗത്തെ അല്ല പരാമർശിക്കുന്നത്. കാരണം പഴയ നിയമത്തിൽ 1-ലധികം വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജനനം, ശുശ്രൂഷ, മരണം എന്നിവയെക്കുറിച്ച് മുൻകൂട്ടി പറയുന്നുണ്ട്. സങ്കീർത്തനം 22:18, 16:10, യെശയ്യാവ് 53 എന്നിങ്ങനെയുള്ള ചില വാക്യങ്ങൾ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നു. യേശുക്രിസ്തു തന്നെ അവൻ്റെ മരണം, അടക്കം, ഉയർപ്പ് എന്നിവയെക്കുറിച്ച് പല അവസരങ്ങളിൽ പ്രവചിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചുള്ള സുവിശേഷ രചയിതാക്കളുടെ വിവരണങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. അതിനാൽ ഈ വിവരണങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാമാണ്: യേശുക്രിസ്തുവിൻ്റെ ശരീരം അടക്കം ചെയ്ത ദിവസവും അതിനുശേഷമുള്ള ദിവസങ്ങളിലും മനുഷ്യർക്ക് കാണുവാനോ കേൾക്കുവാനോ കഴിയുന്ന യാതൊന്നും കല്ലറയ്ക്ക് വെളിയിൽ സംഭവിച്ചില്ല. എല്ലാം ശാന്തമായി പോയി. ശബത്ത് കഴിഞ്ഞ ദിവസം അഥവാ ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു. കല്ലറയുടെ വാതിൽ അടച്ചിരുന്ന കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നു. അവൻ്റെ രൂപം മിന്നലിന് ഒത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ടു പേടിച്ചു, വിറച്ചു, മരിച്ചവരെ പോലെ ആയി.
യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന് സുവിശേഷകർ ആരും പറയുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് യഥാർത്ഥത്തിൽ ദൃക്സാക്ഷികൾ ഇല്ല. ഏറ്റവും അടുത്ത ദൃക്സാക്ഷികൾ കല്ലറയ്ക്ക് കാവൽ നിന്ന പടയാളികളാണ്. അവർ ഭൂകമ്പം ഉണ്ടാകുന്നത് അനുഭവിച്ചു. ഒരു സ്വർഗീയ ദൂതനെ കണ്ടു. ദൂതൻ കല്ലറയുടെ വാതിലെ കല്ലുരുട്ടി മാറ്റി അതിലിരിക്കുന്നതും കണ്ടു. ഇതെല്ലാം കണ്ടപ്പോൾ കാവൽക്കാർ അവനെ, ഒരു സ്വർഗീയ ദൂതനെ കണ്ടു പേടിച്ചു വിറച്ച് മരിച്ചവരെ പോലെയായി. എന്നാൽ അവർ യേശു ഉയർത്തെഴുന്നേൽക്കുന്നത് നേരിൽ കണ്ടില്ല. അതിനാൽ യേശുക്രിസ്തു എപ്പോൾ എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. യേശു അത് ആരോടും വിശദീകരിച്ചിട്ടില്ല. എത്ര മണിക്ക് അവൻ ഉയർത്തെഴുന്നേറ്റു? അവൻ സ്വയം എഴുന്നേൽക്കുകയായിരുന്നുവോ? പിതാവായ ദൈവമോ ദൂതന്മാരോ അവനെ എഴുന്നേൽക്കുവാൻ നേരിൽ വന്ന് സഹായിച്ചുവോ? അവൻ ആരുടെയെങ്കിലും ശബ്ദം കേട്ട് എഴുന്നേൽക്കുകയായിരുന്നുവോ? അവൻ്റെ കൈ പിടിച്ച് ആരെങ്കിലും എഴുന്നേൽപ്പിച്ചുവോ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഏതെങ്കിലും രൂപത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ മേൽ പതിച്ചുവോ? ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രം നമുക്ക് അറിയാം. മത്തായി 28:2 പറയുന്ന പെട്ടെന്നുണ്ടായ വലിയ ഭൂകമ്പ സമയത്തായിരിക്കാം യേശു ഉയർത്തെഴുന്നേറ്റത്. എന്നാൽ ഇതൊരു അനുമാനം മാത്രമാണ്. ഇതിൻ്റെ സമയവും ആരും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനുള്ള കാരണം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് അടച്ചിട്ടിരുന്ന ഒരു കല്ലറയ്ക്ക് ഉള്ളിൽ ആണ്. അവിടെ എപ്പോൾ എന്തെല്ലാം നടന്നുവെന്ന് പുറത്തു നിന്ന് ആരും കണ്ടിട്ടില്ല. അവൻ കല്ലറയ്ക്ക് വെളിയിലേക്ക് പോകുന്നത് ആരും കണ്ടിട്ടില്ല. സ്വർഗീയ ദൂതൻ എന്തിനാണ് കല്ലറയുടെ വാതിൽക്കൽ വെച്ചിരുന്ന കല്ല് ഉരുട്ടുമാറ്റി വാതിൽ തുറന്നത്? കല്ലറയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് പോകുവാൻ ഉയർത്തെഴുന്നേറ്റ് യേശുവിന് വാതിൽക്കലിലെ കല്ല് മാറ്റേണ്ടതില്ല. അവൻ അടച്ചിട്ടിരിക്കുന്ന മുറിക്കുള്ളിൽ വാതിൽ തുറക്കാതെ തന്നെ പ്രത്യക്ഷനാകുവാൻ കഴിയും. അതിനാൽ ദൂതൻ കല്ലറയുടെ വാതിൽ തുറന്നത് യേശുവിന് പുറത്തിറങ്ങുവാൻ വേണ്ടിയായിരുന്നില്ല, മനുഷ്യർക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയായിരുന്നു. തുറക്കപ്പെട്ട ശൂന്യമായ കല്ലറ യേശു കല്ലറയിൽ ഇല്ല എന്ന് മനസ്സിലാക്കുവാനായി ഇന്നും മനുഷ്യരെ അകത്തേക്ക് ക്ഷണിക്കുന്നു. കല്ലറയ്ക്കൽ കാവൽക്കാർ ഉള്ളപ്പോൾ തന്നെ സ്വർഗീയ ദൂതന്മാർ പ്രത്യക്ഷരായി. അവർ കല്ലറയുടെ വാതിലിലെ കല്ല് ഉരുട്ടി മാറ്റി. ഒരുവൻ അതിന്മേലിരുന്നു. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം അവർ കാവൽക്കാരോട് വിളംബരം ചെയ്തില്ല. കാവൽക്കാർ അവനെ കണ്ടു പേടിച്ചു വിറച്ചു മരിച്ചവരെ പോലെയായി. ഇതല്ലാതെ അവർ യേശുവിനെ കണ്ടതായിട്ടോ കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചതായിട്ടോ പറയുന്നില്ല. പെട്ടെന്നുണ്ടായ ഭൂകമ്പം, സ്വർഗീയ ദൂതന്മാരുടെ പ്രത്യക്ഷത, ദൂതൻ വാതിൽക്കലേക്ക് ഉരുട്ടി മാറ്റിയത്, ദൂതന്മാരുടെ മിന്നലിന് ഒത്ത രൂപം, ഹിമം പോലെ വെളുത്ത ഉടുപ്പ് എന്നിവ കാണുകയും കേൾക്കുകയും ചെയ്ത കാവൽക്കാർ പേടിച്ചു വിറച്ചു മരിച്ചവരെ പോലെയായി. അതിനാൽ അവർ കല്ലറ വിട്ട് ഓടിപ്പോയി കാണും. യേശുവിൻ്റെ കല്ലറയ്ക്ക് കാവൽ നിന്ന കാവൽക്കാർ ഓടിപ്പോയി എന്ന് നേരിട്ട് പറയുന്ന വാക്യമില്ല. കല്ലറയ്ക്കിലെത്തിയ സ്ത്രീകൾ കാവൽക്കാരെ അവിടെ കണ്ടില്ല. ഇത് അവർ ഭയന്ന് ഓടിപ്പോയത് കൊണ്ട് ആകാം, അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ സമയം കഴിഞ്ഞു എന്നതുകൊണ്ടാകാം. മത്തായി 27:64 പറയുന്നതനുസരിച്ച് 3-ാം നാൾ വരെ കാവൽക്കാരെ നിർത്തുവാനും കല്ലറ ഉറപ്പിക്കുവാനും പീലാത്തോസ് കൽപ്പിച്ചുള്ളൂ. സ്ത്രീകൾ വരുമ്പോൾ അവിടെ തുറന്ന ഒരു കല്ലറ കണ്ടു. കാവൽക്കാരും റോമൻ മുദ്രയും ഇല്ലായിരുന്നു. പകരം 2 സ്വർഗീയ ദൂതന്മാർ മാത്രം അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കല്ലറയ്ക്കൽ ചെന്ന സ്ത്രീകൾ ആരൊക്കെയായിരുന്നു? 4 സുവിശേഷങ്ങളിലെ വിവരണം അനുസരിച്ച് 4 സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയ്ക്കൽ ചെന്നിരുന്നു. അവർ മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിൻ്റെ അമ്മ മറിയ, ശലോമ എന്നിവരായിരുന്നു. എന്നാൽ ലൂക്കോസ് 23:54 ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോന്ന സ്ത്രീകളും യേശുവിനെ അടക്കം ചെയ്തപ്പോൾ കല്ലറയ്ക്കൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അധികാലത്ത് കല്ലറയ്ക്കൽ എത്തി എന്നാണ് 24:1 പറയുന്നത്. 24:10 യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വിവരം അവരോട് കൂടെയുള്ള മറ്റു സ്ത്രീകളും അപ്പോസ്തലന്മാരോട് പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും യേശുവിൻ്റെ കല്ലറയിലേക്ക് സുവിശേഷങ്ങളിൽ പേര് പറഞ്ഞിരിക്കുന്നവർ കൂടാതെ അവരോട് കൂടെയുള്ള മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കാം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നത് ആരും നേരിൽ കണ്ടിട്ടില്ല. അത് ആദ്യം പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു. പ്രഖ്യാപിക്കപ്പെട്ട സത്യം തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഉയർത്തെഴുന്നേറ്റ യേശു പലർക്കും പ്രത്യക്ഷനായി. യേശുവിൻ്റെ ഉയർപ്പ് ആദ്യം പ്രഖ്യാപിച്ചത് സ്വർഗീയ ദൂതന്മാരാണ്. അവർ കല്ലറയ്ക്കൽ ചെന്ന സ്ത്രീകളോടാണ് ഉയർപ്പിൻ്റെ സുവിശേഷം അറിയിച്ചത്.
സകല മനുഷ്യരോടും സ്വർഗീയ ദൂതന്മാർ ഒരു വെല്ലുവിളി നടത്തുകയാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ്റെ ശരീരം കല്ലറയിൽ ഇല്ല. സംശയിക്കുന്നവർക്ക് അവൻ്റെ ശരീരം കിടത്തിയിരുന്ന സ്ഥലം ഒന്ന് കാണാം. കല്ലറ എല്ലാവർക്കുമായി തുറന്നിരിക്കുന്നു. ശൂന്യമായ കല്ലറയാണ് യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ ശക്തമായ തെളിവ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് സ്വർഗീയ ദൂതന്മാർ സ്ത്രീകളെ അറിയിക്കുകയും അതിൻ്റെ തെളിവിനായി ശൂന്യമായ കല്ലറ കാണുവാൻ അവരെ ക്ഷണിക്കുകയും ചെയ്തു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: യേശു കല്ലറയിലില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുമാത്രമല്ല, യേശു ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നു. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അതായത് യേശുക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നു. അവൻ്റെ കല്ലറ ശൂന്യമാണ്. അവൻ ഇനി ഒരിക്കലും മരിച്ചവരുടെ ഇടയിൽ കാണുകയില്ല. അവൻ്റെ കല്ലറയിൽ ഇനി അവന് ഒരിക്കലും കാണുവാൻ കഴിയുകയില്ല. തെളിവിനായി അവൻ്റെ കല്ലറ കാണുവാനായി അകത്തേക്ക് ചെല്ലാം. എന്തിനു വേണ്ടിയാണ് യേശുവിൻ്റെ കല്ലറയുടെ വാതിക്കലിലെ കല്ല് ദൂതൻ ഉരുട്ടി മാറ്റിയത്? അത് ഉയർത്തെഴുന്നേറ്റ് യേശുവിന് പുറത്തേക്ക് പോകുവാനായിരുന്നില്ല. ഭൗതിക വസ്തുക്കൾ യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് തടസ്സമായിരുന്നില്ല. വാതിൽ തുറക്കാതെ തന്നെ യേശുവിൻ്റെ ശരീരത്തിന് കല്ലറയിൽ നിന്നും പുറത്തേക്ക് പോകാമായിരുന്നു. യേശുവിൻ്റെ കല്ലറ തുറന്നത് അവന് പുറത്തേക്ക് പോകുവാനുള്ള വഴി തുറക്കുവാനായിരുന്നില്ല. യേശു അവിടെ ഇല്ല എന്ന സത്യം സകല മനുഷ്യരെയും അറിയിക്കുവാനാണ്. അവൻ്റെ ശൂന്യമായ കല്ലറ സകല മനുഷ്യർക്കും കണ്ട് വിശ്വസിക്കുവാൻ വേണ്ടിയായിരുന്നു. അത് യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ നിഷേധിക്കപ്പെടാനാവാത്ത തെളിവാണ്. യേശുവിൻ്റെ ഉയർപ്പ് ശിഷ്യന്മാർ പറഞ്ഞുണ്ടാക്കിയ ഒരു സാങ്കല്പിക കഥയല്ല. സകല മനുഷ്യർക്കും നേരിൽ പോയി കണ്ട് പരിശോധിച്ച് മനസ്സിലാക്കാവുന്ന ഒരു സത്യമാണ്. യേശുവിൻ്റെ കല്ലറയിൽ ആരൊക്കെയാണ് ആദ്യം പ്രവേശിച്ചത്? ആരെങ്കിലും കല്ലറയിൽ പ്രവേശിച്ചതായി മത്തായിയും മർക്കോസും പറയുന്നില്ല. ലൂക്കോസ് പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി തുണി മാത്രം കണ്ടു, സംഭവിച്ചതെന്തെന്ന് ആശ്ചര്യപ്പെട്ടു മടങ്ങിപ്പോന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ കൂടുതൽ വിശദമായ ഒരു വിവരണം നൽകുന്നുണ്ട്. പത്രോസും യോഹന്നാനും കല്ലറയ്ക്കൽ ചെന്നു. യോഹന്നാൻ ആദ്യം കല്ലറയ്ക്കലെത്തി. അവൻ അകത്ത് പ്രവേശിക്കാതെ കല്ലറയ്ക്കുള്ളിലേക്ക് കുനിഞ്ഞു നോക്കി യേശുക്രിസ്തുവിൻ്റെ ശരീരം മൂടിയിരുന്ന ശീലകൾ കിടക്കുന്നത് കണ്ടു. പത്രോസാണ് ആദ്യം കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചത്. പിന്നീട് യോഹന്നാനും അകത്ത് ചെന്നു. അവർ ദൂതന്മാരെ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടില്ല. അവർ കല്ലറയ്ക്കുള്ളിൽ യേശുവിൻ്റെ ശരീരം കിടത്തിയിരുന്ന ഇടത്ത് അവൻ്റെ ശരീരം പൊതിഞ്ഞിരുന്ന വസ്ത്രം മാത്രം കണ്ടു. യോഹന്നാൻ 20:7 ശീലകൾ കിടക്കുന്നതും അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. ഈ വാക്യത്തിനൊരു വിശദീകരണം ആവശ്യമാണ്. യേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിച്ച അവസരത്തിൽ കല്ലറയിൽ നിന്നും പുറത്തേക്ക് വന്ന ലാസറിന്റെ ശരീരം മുഴുവൻ ശീലകളാൽ ചുറ്റിയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് യഹൂദന്മാരുടെ ശവസംസ്കാര രീതിയെ കാണിക്കുന്നു. ഒരുവൻ മരിക്കുമ്പോൾ ആദ്യം അവൻ്റെ ശരീരം കഴുകി സുഗന്ധദ്രവ്യങ്ങൾ പൂശുക എന്നതാണ് യേശുവിൻ്റെ കാലത്തെ യഹൂദ പാരമ്പര്യം. അതിനുശേഷം അവൻ്റെ ശരീരം ഒരു വെളുത്ത ചണത്തുണി കൊണ്ട് ചുറ്റി പൊതിയും. മുഖം മറ്റൊരു തുണി കൊണ്ട് മൂടും. കൈകളും കാലുകളും ഒരു ചെറിയ തുണിക്കഷ്ണം കൊണ്ട് കെട്ടും. യേശുക്രിസ്തുവിൻ്റെ ശരീരവും ഇങ്ങനെയാണ് കല്ലറയിൽ അടക്കിയിരുന്നത്. ഈ വാക്യത്തിൽ അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും എന്നതിലെ ശീല എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് കയറിയ എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം ശവക്കച്ച, ശവശരീരത്തെ പൊതിയുവാനുള്ള നീളമുള്ള തുണി എന്നിങ്ങനെയാണ്. ശരീരത്തെ ഒരു വെളുത്ത ചണവസ്ത്രം കൊണ്ട് പൊതിഞ്ഞതിന് ശേഷമാണ് ഈ തുണി കൊണ്ട് ചുറ്റിപ്പൊതിയുന്നത്. മുഖം റൂമാൽ കൊണ്ട് മൂടിയിരുന്നു എന്നതിലെ റൂമാൽ എന്ന വാക്ക് ഗ്രീക്കിൽ സുഡാരിയോൺ എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം തുവാല, ഉറുമാൽ, ശരീരത്തിലെ വിയർപ്പ് തുടയ്ക്കുവാനുള്ള തുണി, ശവശരീരത്തിൻ്റെ മുഖവും ശിരസ്സും മൂടുവാനുള്ള തുണി എന്നിങ്ങനെയാണ്. യോഹന്നാൻ 11:44 പറയുന്ന മരണത്തിൽ നിന്നും ജീവനിലേക്ക് തിരികെ വന്ന ലാസറിന്റെ ശരീരം ഒരു നീളമുള്ള തുണി കൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞിരുന്നു. ശിരസ് ഒരു തുവാല കൊണ്ട് മൂടിയിരുന്നു. അവൻ്റെ കൈകളും കാലുകളും തുണി കൊണ്ട് കെട്ടിയിരുന്നു. ഇതൊന്നും സ്വയം അഴിച്ചു മാറ്റുവാൻ ലാസറിന് കഴിഞ്ഞില്ല. അതിനാൽ അത് അഴിച്ചു മാറ്റുവാൻ യേശു മറ്റുള്ളവരോട് കൽപ്പിച്ചു. ക്രൂശിൽ മരിച്ച യേശുവിൻ്റെ ശരീരവും ഇതുപോലെ തന്നെ ആയിരിക്കണം കല്ലറയിൽ അടക്കിയത്. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ്റെ ശരീരത്തെ ചുറ്റിപ്പൊതിഞ്ഞിരിഞ്ഞ വസ്ത്രങ്ങൾ അവിടെ ശേഷിച്ചു. ഈ വസ്ത്രങ്ങളുടെ കിടപ്പിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. പത്രോസും യോഹന്നാനും കല്ലറയിൽ പ്രവേശിച്ചപ്പോൾ കണ്ടത്
ഇതാണ്: യേശുക്രിസ്തുവിന്റെ ശീലകളാൽ പൊതിഞ്ഞ ശരീരം കിടന്നിരുന്ന ഇടത്തെ ശീലകൾ മാത്രം കണ്ടു. ശരീരത്തെ ചുറ്റി പൊതിഞ്ഞിരുന്ന ഈ ശീലകളെ സ്വയം അഴിച്ചു മാറ്റുവാൻ ഒരുവന് കഴിയുകയില്ല. അത് മറ്റൊരാൾ അഴിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ അതിനുള്ളിലെ ശരീരത്തെ പുറത്തെടുക്കുവാൻ കഴിയൂ. യേശുവിൻ്റെ ശരീരം ശിഷ്യന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോവുകയായിരുന്നു എങ്കിൽ അവർ ശീലകൾ അഴിക്കേണ്ട കാര്യവും ഇല്ലായിരുന്നു. അതിനാൽ ശീലകൾ കല്ലറയിൽ ശേഷിച്ചു എന്നതിൽ നിന്നും യേശുവിൻ്റെ ശരീരം ശീലകൾ അഴിക്കാതെ തന്നെ അതിൽ നിന്നും പുറത്തേക്ക് പോവുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്തു എന്ന് തീർച്ചയാക്കാം. അതായത് ഉയർത്തെഴുന്നേറ്റ് യേശുവിന് ഭൗതിക വസ്തുക്കൾക്കിടയിലൂടെയോ അതിനെ ഭേദിച്ചുകൊണ്ടോ സഞ്ചരിക്കുവാൻ കഴിയുമായിരുന്നു. യേശുക്രിസ്തു പിന്നീട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നത് അവർ വാതിൽ അടച്ചിട്ട് ഒരു മുറിയിൽ ഇരിക്കുമ്പോഴാണ്. വാതിൽ തുറക്കാതെ തന്നെ യേശു ആ മുറിയിൽ അവർക്ക് പ്രത്യക്ഷൻ ആയി. യേശുക്രിസ്തുവിന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശരീരത്തെ ചുറ്റിയിരുന്ന ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. ഇത് വളരെ ശ്രദ്ധയോടെ റൂമാൽ ചുരുട്ടി വെച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. അത് മറ്റു വസ്ത്രങ്ങളോടുകൂടെ അല്ലായിരുന്നു. യോഹന്നാൻ 20:7 അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു എന്നതിലെ ചുരുട്ടി എന്നതിൻ്റെ ഗ്രീക്ക് പദം എൻറ്റൂലിസോ എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം ചുരുട്ടി വെക്കുക, ചുറ്റിവെക്കുക എന്നിങ്ങനെയാണ്. കല്ലറയ്ക്ക് വന്ന ശിഷ്യന്മാർ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചില്ല. അവർ ആശ്ചര്യപ്പെട്ടു കല്ലറയിൽ നിന്ന് മടങ്ങിപ്പോയി എന്നാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ജീവനോടിരിക്കുന്നു എന്ന് മഗ്ദലക്കാരത്തി മറിയ യേശുവിനെ ജീവിച്ചിരിക്കുന്നവനായി കണ്ടു എന്ന് കേട്ടിട്ടും അവർ വിശ്വസിച്ചില്ല. അവിശ്വാസത്തോടെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ആദ്യം പ്രത്യക്ഷനായത് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആയിരുന്നു. മർക്കോസ് 16:9. അവൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. എന്നാൽ മത്തായി പറയുന്നതനുസരിച്ച് യേശു പ്രത്യക്ഷനായത് കല്ലറയ്ക്കൽ ചെന്ന സ്ത്രീകൾക്കാണ്. 28:1 മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു എന്ന് പറയുന്നു. അതിൽ നിന്നും മറിയ എന്ന് പേരുണ്ടായിരുന്ന 2 സ്ത്രീകൾക്ക് യേശു പ്രത്യക്ഷനായി. മത്തായി 27:56 അനുസരിച്ച് മറ്റേ മറിയ എന്നത് യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയ ആയിരിക്കണം. എന്നാൽ മർക്കോസ് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് യേശു പ്രത്യക്ഷനായി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ലൂക്കോസ് സ്ത്രീകൾക്കോ മറിയയ്ക്കോ യേശു പ്രത്യക്ഷനായ ചരിത്രം പറയുന്നില്ല. യോഹന്നാൻ ഈ സംഭവം കൂടുതൽ വ്യക്തമായി വിവരിക്കുന്നു. 20:10 അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന് അദ്ദേഹം എഴുതി. ഇവരുടെ കൂട്ടത്തിൽ സ്ത്രീകളും തിരികെ പോയിട്ടുണ്ടാകാം. എന്നാൽ ഒരാൾ മാത്രം അവിടെ നിന്നു. അത് മറിയ ആയിരുന്നു. 20-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ യോഹന്നാൻ മഗ്ദലക്കാരത്തി മറിയയിലാണ് ശ്രദ്ധ വെച്ചിരിക്കുന്നത്. അതിനാൽ 11-ാം വാക്യത്തിൽ പറയുന്ന മറിയ മഗ്ദലക്കാരത്തി മറിയ ആയിരിക്കാം. അവൾ മാത്രം തിരികെ പോകാതെ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. ഇടയ്ക്കിടെ അവൾ കല്ലറയിലേക്ക് കുനിഞ്ഞ് നോക്കുന്നുണ്ട്. അവിടെ അവൾ വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ യേശുവിൻ്റെ ശരീരം വെച്ച സ്ഥലത്ത് തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട് കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശുവിൻ്റെ ശരീരം കല്ലറയിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയ മറിയ അത് ആരോ എടുത്തുകൊണ്ടുപോയി എന്നാണ് ചിന്തിച്ചത്. ഈ ചിന്ത അവൾ ദൂതന്മാരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നോക്കി. യേശു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ ആദ്യം അവനെ തിരിച്ചറിഞ്ഞില്ല. അവൻ തോട്ടക്കാരനായിരിക്കാമെന്നും മറിയ ചിന്തിച്ചു. യേശു അവളോട് അവൾ കരയുന്നത് എന്ത് എന്നും ആരെ തിരയുന്നു എന്നും ചോദിച്ചു. ഇതിന് മറിയ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊക്കൊള്ളാം. അവൾ അന്വേഷിച്ചത് യേശുവിൻ്റെ ശവശരീരത്തെയാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നത് അവൾക്ക് ഇതുവരെ വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. സുവിശേഷ രചയിതാക്കളുടെ വിവരണത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട് എങ്കിലും മറിയയാണ് കല്ലറയുടെ അടുക്കൽ കരഞ്ഞുകൊണ്ട് നിന്നിരുന്നത് എന്ന് അനുമാനിക്കാം. അപ്പോഴാണ് യേശു അവൾക്ക് പ്രത്യക്ഷനായത്. അങ്ങനെയാണെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന ദൂതന്മാരുടെ അറിയിപ്പ് മറിയയ്ക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. യേശുവിൻ്റെ ശരീരം കല്ലറയിൽ ഇല്ല എന്ന് അവൾ സാക്ഷിക്കുന്നു. എന്നാൽ മരണത്തിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അവൾ വിശ്വസിച്ചില്ല. എങ്കിലും യേശു അവൾക്ക് പ്രത്യക്ഷനായി. യേശു അവളുടെ പേര് വിളിച്ചപ്പോൾ അത് യേശു തന്നെയെന്ന് അവൾ തിരിച്ചറിഞ്ഞു.
മത്തായിയുടെ വിവരണം അനുസരിച്ച് യേശു ക്രിസ്തു മഗ്ദലക്കാരത്തി മറിയയ്ക്കും യാക്കോബിന്റെ യോസയുടെയും അമ്മയായ മറിയയ്ക്കും പ്രത്യക്ഷനായപ്പോൾ അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. യോഹന്നാൻ 20:17 അനുസരിച്ച് യേശു മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷനായപ്പോൾ യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞു. മത്തായി 28:9 അവന്റെ കാൽ പിടിച്ചു എന്ന വാക്കുകളിലെ പിടിച്ചു എന്നതിൻ്റെ ഗ്രീക്ക് പദം ക്രാറ്റയോ എന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം മുറുകെ പിടിക്കുക എന്നാണ്. ഇത് ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകാതെ വിട്ടുപോകാതെ മുറുകെ പിടിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അവർ യേശുവിൻ്റെ കാലിൽ തൊടുകയായിരുന്നില്ല, അവനെ മുറുകെ പിടിക്കുക ആയിരുന്നു. യോഹന്നാൻ 20:17 എന്നെ തൊടരുത് എന്നതിലെ തൊടരുത് എന്ന വാക്കിന്റെ ഗ്രീക്ക് പദം ഹാപ്റ്റോമൈ എന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം ബന്ധിക്കുക, പറ്റിപ്പിടിക്കുക, മുറുകെ പിടിക്കുക, തൊടുക എന്നിങ്ങനെയാണ്. അതായത് യേശു മറിയോട് പറഞ്ഞത് അവനെ തൊടരുത് എന്നല്ല, അവനെ വിടാതെ മുറുകെ പിടിക്കരുത്, കാരണം അവൻ അതുവരെയും പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. ഈ സംഭവം ഉയർത്തെഴുന്നേറ്റ യേശുവിനൊരു ശരീരം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അത് മനുഷ്യർക്ക് മുറുകെ പിടിക്കുവാൻ കഴിയുന്ന അസ്ഥിയും മാംസവുമുള്ള ശരീരമായിരുന്നു. അവൻ മരിച്ച ഒരുവന്റെ ആത്മാവ് മാത്രം ആയിരുന്നില്ല. ഈ സംഭവങ്ങൾക്ക് ശേഷം മറ്റൊന്നിലേക്ക് മത്തായിയുടെ വിവരണം പോകുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം അവന്റെ കല്ലറയ്ക്ക് കാവൽ നിന്ന പടയാളികളിൽ ചിലർ സംഭവിച്ചതെല്ലാം യഹൂദ മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അവർ പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്നു, ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഈ സാങ്കല്പിക കഥ അവർ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചു. മത്തായി സുവിശേഷം എഴുതുന്ന കാലത്തും ഈ കഥ യഹൂദന്മാരുടെ ഇടയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത യെരുശലേമിൽ പടരുന്ന സമയത്ത് യഹൂദ മഹാപുരോഹിതന്മാർ ഉയർപ്പിന്റെ കഥയെ മറച്ചു വെക്കുവാൻ ശ്രമിച്ചു. എന്നാൽ യേശു മരിച്ചു, അടക്കപ്പെട്ടു എന്നതിനെ മറച്ചു വെക്കുവാൻ അവർ ശ്രമിച്ചില്ല. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നതായിരുന്നു അവരുടെ വാദം. യേശുവിൻ്റെ ശവശരീരം നഷ്ടമായിരിക്കുന്നുവെന്നും അവർ സമ്മതിച്ചു. ഉയർപ്പ് അവൻ്റെ ശിഷ്യന്മാർ കെട്ടിച്ചമച്ച ഒരു സാങ്കല്പിക കഥയാണ് എന്ന് പ്രചരിപ്പിക്കുവാൻ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശ്രമിച്ചു. എന്നാൽ മഹാപുരോഹിതന്മാരുടെ ഈ കഥയ്ക്ക് ദീർഘനാൾ ആയുസ്സുണ്ടായില്ല. അവർക്ക് മരിച്ചുപോയ യേശുക്രിസ്തുവിൻ്റെ ശരീരം ഇതുവരെയും കണ്ടെടുത്ത് പൊതുജനങ്ങളുടെ മുന്നിൽ വിൽക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അധികാരവും പടയാളികളും ഉണ്ടായിരുന്നിട്ടും അവർക്ക് അവരുടെ കഥയ്ക്ക് വേണ്ട തെളിവുകൾ നൽകുവാൻ കഴിഞ്ഞില്ല. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ തെളിവ് ഒരു വെല്ലുവിളിയാണ്. സ്വർഗീയ ദൂതന്മാരുടെ പ്രഖ്യാപനം ഇതായിരുന്നു: അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്നു കാൺമീൻ. ഈ പ്രഖ്യാപനത്തെ തകർക്കുവാൻ പര്യാപ്തമായ ഒരു തെളിവും ഇന്ന് വരെ ആർക്കും മുന്നോട്ട് വെക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ചരിത്രത്തിൽ ഇന്ന് വരെ ആർക്കും യേശുവിൻ്റെ ശരീരം കണ്ടെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം ഇന്നും നിലനിൽക്കുന്നു. സുവിശേഷ രചയിതാക്കൾ തുടർന്ന് യേശു ശിഷ്യന്മാർക്കും മറ്റു പലർക്കും പ്രത്യക്ഷനായതിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നു. മറ്റാരും രേഖപ്പെടുത്താത്തൊരു സംഭവം ലൂക്കോസ് വിവരിക്കുന്നുണ്ട്. ലൂക്കോസ് 24:13 മുതൽ 33 വരെ യേശു ഉയർത്തെഴുന്നേറ്റ അന്ന് തന്നെ 2 പേർക്ക് അവൻ പ്രത്യക്ഷനാകുന്നതിൻ്റെ വിവരണമുണ്ട്. 9 വാക്യത്തിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന വിവരം കല്ലറയ്ക്കൽ ചെന്ന സ്ത്രീകൾ കല്ലറ വിട്ടു മടങ്ങിപ്പോയി 11 മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു എന്ന് ലൂക്കോസ് പറയുന്നു. ഇതിൽ മുതലായ എല്ലാവരോടും എന്ന കൂട്ടത്തിൽ ഉള്ളവരാണ് ഇവർ. അതായത് ഇവർ യേശുവിൻ്റെ 11 ശിഷ്യന്മാരിൽ 2 പേരായിരുന്നില്ല, എന്നാൽ അവരോടൊപ്പം ഉണ്ടായിരുന്നവരാണ്. അപ്പോസ്തലന്മാരോ കൂടെ ഉണ്ടായിരുന്നവരോ സ്ത്രീകൾ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. അവർക്ക് അതെല്ലാം വെറും കഥ പോലെ തോന്നി. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്തു. എമ്മൗസിലേക്ക് പോയവർ ആരൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. അവർ യേശുവിൻ്റെ 11 ശിഷ്യന്മാരിൽ ഉൾപ്പെട്ടവർ ആയിരുന്നില്ല. അവരിൽ ഒരാളുടെ പേര് ക്ലെയോപ്പാവ് എന്നാണ് എന്നും 24:18 പറയുന്നുണ്ട്. രണ്ടാമൻ്റെ പേര് ലൂക്കോസ് പറയുന്നില്ല. അന്നത്തെ എമ്മൗസ് എന്ന സ്ഥലം ഏതായിരുന്നു എന്ന് കൃത്യത ഇല്ല. എമ്മൗസിലേക്ക് പോയവർ അതിരാവിലെ യാത്ര തിരിച്ചിട്ടില്ല.
യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ വർത്തമാനം കേട്ടതിന് ശേഷമാണ് അവർ യാത്ര തിരിച്ചത്. എന്നാൽ സന്ധ്യ ആകുന്നതിന് മുമ്പേ അവർ എമ്മൗസിലെത്തി. അപ്പോൾ തന്നെ അവർ തിരികെ യെരുശലേമിലേക്ക് പോവുകയും ചെയ്തു. അന്ന് തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ അവർ യെരുശലേമിൽ തിരികെ എത്തിച്ചേർന്നു എന്ന് അനുമാനിക്കാം. അതിനാൽ എമ്മൗസ് എന്ന ഗ്രാമം യെരുശലേമിൽ നിന്നും വളരെ ദൂരെ ആയിരിക്കുകയില്ല. അവരുടെ യാത്രാമധ്യേ വഴിയിൽ യേശു അവരോടൊപ്പം നടന്നു. എന്നാൽ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്താലും സ്ത്രീകളുടെ വർത്തമാനത്താലും അവർ നിരാശരും ഭയചകിതരും ആശയക്കുഴപ്പത്തിലുമായിരുന്നു. യേശുക്രിസ്തു ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് അവർ ആശിച്ചിരുന്നു. എന്നാൽ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു ക്രൂശിച്ചു. ഇന്ന് 3-ാം നാൾ ആയപ്പോൾ രാവിലെ ചില സ്ത്രീകൾ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരെ കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു. അവൻ്റെ ശരീരം കണ്ടില്ല താനും. ഇത് കേട്ട യേശുക്രിസ്തു മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളും അവനെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ച് കൊടുത്തു. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് മഹത്വത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. നേരം വൈകി അസ്തമിപ്പാറായപ്പോൾ അവർ എമ്മൗസ് ഗ്രാമത്തിലെത്തി. യേശു അവരുമായി ഭക്ഷണത്തിനിരുന്നു. അവൻ അപ്പമെടുത്തു, അനുഗ്രഹിച്ചു, നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. അവർ യേശുവിനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷൻ ആയി. ലൂക്കോസ് 24:31 ഉടനെ അവരുടെ കണ്ണു തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ഈ വാക്യത്തിലെ അറിഞ്ഞു എന്നതിൻ്റെ ഗ്രീക്ക് പദം എപ്പിഗിനിസ്കോ എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം ആഴത്തിൽ അറിയുക, കൃത്യമായി അറിയുക, തിരിച്ചറിയുക എന്നിങ്ങനെയാണ്. അതായത് അവർ യേശുവിനെ തിരിച്ചറിയുക മാത്രമല്ല, അവനെ ആഴത്തിൽ അറിയുകയും ചെയ്തു. ആഴത്തിൽ അറിഞ്ഞു എന്നത് ആത്മാവിനാൽ ഉണ്ടാകുന്ന ഒരു ബന്ധമാണ്. അവർ യേശുവിനെ അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ യേശു അവർക്ക് അപ്രത്യക്ഷനായി. അവർ ഉടൻ തന്നെ യെരുശലേമിലേക്ക് തിരികെ ചെന്നു. അവരുടെ വഴിയിൽ സംഭവിച്ചതും യേശു അപ്പം നുറുക്കിയിൽ അവർക്ക് അവനെ അറിയുവാൻ കഴിഞ്ഞതും അവർ അപ്പോസ്തലന്മാരുടെ വിവരിച്ചു പറഞ്ഞു. എന്നാൽ 34-ാം വാക്യം പറയുന്നതനുസരിച്ച് അവർ തിരികെ എത്തുന്നതിന് മുമ്പ് തന്നെ യേശു ശീമോന് പ്രത്യക്ഷനായി. അതിനാൽ യേശു വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു എന്ന് അവർക്ക് തീർച്ചയായി. ഇതിനുശേഷം യേശു അപ്പോസ്തലന്മാർക്ക് 1-ലധികം പ്രാവശ്യം പ്രത്യക്ഷനായി. മത്തായി യേശുവിൻ്റെ പ്രത്യക്ഷതയുടെ കൂടുതൽ വിവരണം നൽകുന്നില്ല. അവൻ ഗലീലയിൽ 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് മാത്രം പറയുന്നു. ശ്രേഷ്ഠ ദൗത്യം യേശു ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നതിനെ കുറിച്ച് മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് യേശു മഗ്ദലക്കാരത്തി മറിയയ്ക്കും നാട്ടിലേക്ക് പോയ 2 പേർക്കും പ്രത്യക്ഷനായതിനെ കുറിച്ച് പറയുന്നു. ശേഷം ശിഷ്യന്മാർ ഭക്ഷണത്തിലിരിക്കുമ്പോൾ യേശു അവർക്ക് പ്രത്യക്ഷനായി. 15 മുതലുള്ള വാക്യങ്ങളിൽ യേശു ശ്രേഷ്ഠ ദൗത്യം അവരെ ഏൽപ്പിക്കുന്നു. 16-19 വാക്യത്തിൽ യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി. 20-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോസ് സുവിശേഷം അവസാനിപ്പിക്കുന്നു. ലൂക്കോസ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ കൂടുതൽ വിവരണങ്ങൾ നൽകുന്നുണ്ട്. എമ്മൗസിലേക്ക് പോയ 2 പേർക്ക് യേശു പ്രത്യക്ഷനായതിൻ്റെ വിവരണം ലൂക്കോസ് മാത്രമേ നൽകുന്നുള്ളൂ. 24-34 വാക്യത്തിൽ ശീമോന് പ്രത്യക്ഷനായി എന്ന് പറയുന്നു. പത്രോസിന് മാത്രമായി യേശു പ്രത്യക്ഷനായതിനെ കുറിച്ച് മറ്റ് സുവിശേഷകർ പറയുന്നില്ല. 36-ാം വാക്യത്തിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. എന്നാൽ അത് യേശുവിൻ്റെ ആത്മാവ് മാത്രമോ എന്ന് ശിഷ്യന്മാർ സംശയിച്ചു. 37-ാം വാക്യത്തിലെ ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി എന്ന വാചകത്തിലെ ഭൂതം എന്നതിൻ്റെ ഗ്രീക്ക് പദം ന്യൂമ എന്നാണ്. ഈ വാക്കാണ് പരിശുദ്ധാത്മാവെന്ന് പറയുവാൻ ഉപയോഗിക്കുന്നത്. ഇതിന് ഒരു മനുഷ്യൻ്റെ ശരീരത്തെ വിട്ടുപോയ ആത്മാവ് എന്നും അർത്ഥമുണ്ട്. മറ്റ് അർത്ഥങ്ങൾ ഇതെല്ലാമാണ്: ദുരാത്മാവ്, കാറ്റ്, മൂക്കിൽ നിന്നും പുറത്തേക്ക് വരുന്ന ശ്വാസം. ഇവിടെ യേശുവിൻ്റെ ശരീരം വിട്ടുവന്ന അവൻ്റെ ആത്മാവാണ് അവർക്ക് പ്രത്യക്ഷനായിരിക്കുന്നത് എന്നാണ് ശിഷ്യന്മാർ കരുതിയത്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു ആത്മാവ് മാത്രമായിരുന്നില്ല, അവനൊരു ശരീരമുണ്ടായിരുന്നു.
അവൻ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ശരീരത്തോടു കൂടിയാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. മത്തായി 28:6 ദൂതൻ മഗ്ദലക്കാരത്തി മറിയോടും യാക്കോബിന്റെയും യോസേയുടെയും അമ്മയായ മറിയോടും പറഞ്ഞത്, അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ എന്നാണ്. യേശുവിന്റെ ശരീരം കല്ലറയിൽ ഇല്ല. ശൂന്യമായി കിടക്കുന്ന കല്ലറ കണ്ട് വിശ്വസിക്കുവാനാണ് ദൂതന്മാർ അവരെ ക്ഷണിക്കുന്നത്. മർക്കോസ് 16:6 ദൂതൻ പറയുന്നത്, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല, അവനെ വെച്ച സ്ഥലം ഇതാ എന്നാണ്. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരുടെയും പ്രശ്നം യേശുവിന്റെ ശരീരം കല്ലറയിൽ ഇല്ല എന്നതായിരുന്നു. യോഹന്നാൻ 20:7 പത്രോസും യോഹന്നാനും യേശുവിന്റെ കല്ലറയിൽ നോക്കിയപ്പോൾ അവിടെ ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. അവന്റെ ശരീരം കണ്ടില്ല. അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന മഗ്ദലക്കാരത്തി മറിയയുടെ ആകുലത, എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്നതായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ്റെ ശരീരം വെച്ചിരുന്ന കല്ലറയും ശരീരത്തെ ചുറ്റിയിരുന്ന ശീലകളും മാത്രമേ ഉപേക്ഷിച്ചുള്ളൂ. അവൻ്റെ ശരീരത്തെ അവൻ ഉപേക്ഷിച്ചില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു പിന്നീട് ഭൗതിക ജീവിതത്തിലേക്ക് തിരികെ വന്നില്ല. അവൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ രോഗികളെ സൗഖ്യമാക്കുകയോ സുവിശേഷം പ്രസംഗിക്കുകയോ ചെയ്തില്ല. അവൻ തിരഞ്ഞെടുത്ത ചിലർക്ക് പ്രത്യക്ഷനായി അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അറിയിച്ചു. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശരീരത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അവന് പ്രത്യക്ഷനാകുവാനും അപ്രത്യക്ഷനാകുവാനും കഴിയുമായിരുന്നു. അവൻ മുമ്പ് പഠിപ്പിച്ചതും ചെയ്തതുമായ കാര്യങ്ങൾ അവന് ഓർമ്മയുണ്ടായിരുന്നു. അവൻ പഴയ നിയമ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചു. മനുഷ്യരോട് ഒപ്പം നടന്നു, അപ്പം നുറുക്കിക്കൊടുത്തു. അവൻ അടച്ചിട്ട മുറിക്കുള്ളിൽ പ്രത്യക്ഷനായി മനുഷ്യർ ഭക്ഷിക്കുന്ന ആഹാരം കഴിച്ചു. എന്നാൽ അവന് അസ്ഥിയും മാംസവും ഉണ്ടായിരുന്നു. അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ലൂക്കോസ് 24:47-48 വാക്യങ്ങളിൽ ശ്രേഷ്ഠ ദൗത്യം യേശു ശിഷ്യന്മാരെ അറിയിക്കുന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തെ അവരുടെ മേൽ അയക്കാം എന്ന ഉറപ്പ് നൽകുന്നു. അത് പ്രാപിക്കുന്നത് വരെ യെരൂശലേമിൽ തന്നെ താമസിക്കുവാനും യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ചു. യോഹന്നാൻ 20 യേശു ശിഷ്യന്മാർക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷനായതിൻ്റെ വിവരണമുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റ അതേ ദിവസം സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് ഒരു മുറിയിൽ ഇരിക്കുകയായിരുന്നു. യേശു അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷനായി, നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. യേശു ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. ഇവിടെയും ഒരു വാചകത്തിൽ യേശു ശിഷ്യന്മാരെ ശ്രേഷ്ഠ ദൗത്യവുമായി അയക്കുന്നത് വായിക്കാം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. 23 വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ആരുടെ പാപങ്ങളെ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങളെ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. ഇതിനെ ശിഷ്യന്മാർക്കും ശേഷം പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട ക്രൈസ്തവ പുരോഹിതന്മാർക്കും ഒരു മനുഷ്യന്റെ പാപത്തെ മോചിപ്പിക്കുവാനും നിലനിർത്തുവാനും അധികാരമുണ്ട് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാപമോചനത്തിനുള്ള കുമ്പസാരം പോലെയുള്ള കൂദാശകൾ സഭയിൽ ക്രമീകരിക്കുകയും ചെയ്യാറുണ്ട്. ഈ വാക്യത്തിൻ്റെ ശരിയായ അർത്ഥം എന്തായിരിക്കാം? യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഏവനും ദൈവകൃപയാൽ വിശ്വാസം മൂലം പാപമോചനം ഉണ്ട് എന്നതാണ് സുവിശേഷത്തിൻ്റെ കാതൽ. കൊർന്നല്യോസിന്റെ വീട്ടിൽ സുവിശേഷം പ്രസംഗിക്കവേ അപ്പോസ്തലൻ പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 10:43 അവനെ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഇതേ അർത്ഥം നൽകുന്ന മറ്റു ചില വാക്യങ്ങൾ കൂടിയുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ് മനുഷ്യരുടെ പാപങ്ങളെ മോചിപ്പിക്കുന്ന ഏക മാർഗം എന്ന് ഈ വാക്യങ്ങൾ പറയുന്നു. നമുക്ക് യേശുക്രിസ്തുവിൽ സത്യമായ വിശ്വാസമുണ്ടെങ്കിൽ മറ്റാർക്കും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുവാൻ അധികാരമില്ല. ദൈവത്തിന് മാത്രമേ മനുഷ്യരുടെ പാപങ്ങൾ മോചിക്കുവാൻ അധികാരമുള്ളൂ. യേശു ദൈവമായിരിക്കുകയാണ് അവൻ പാപങ്ങളെ മോചിക്കുന്നത്. ഈ അധികാരം യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകിയിട്ടില്ല. പുതിയ നിയമത്തിൽ ഒരിടത്ത് പോലും ശിഷ്യന്മാർ മനുഷ്യരുടെ ആരുടെയെങ്കിലും പാപത്തെ മോചിച്ചതായി പ്രഖ്യാപിച്ചിട്ടില്ല. മനുഷ്യർക്ക് ആർക്കെങ്കിലും അതിന് അധികാരമുണ്ട് എന്ന് അവർ പഠിപ്പിച്ചിട്ടില്ല. അതിനാൽ യോഹന്നാൻ 20:23 വാക്യത്തിന്റെ അർത്ഥം നമ്മൾ വായിക്കുന്ന പോലെയല്ല. അത് മനസ്സിലാക്കുവാൻ അതിനു മുമ്പ് യേശു പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു എന്നുകൂടി
പരിശോധിക്കേണ്ടതുണ്ട്. യേശു ശിഷ്യന്മാരെ രക്ഷയുടെ സുവിശേഷം അറിയിക്കുവാനായി അയക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അളവിലുള്ള പകർച്ച അവൻ അവരുടെ മേൽ പകർന്നു. ആത്മാവിൻ്റെ ശക്തിയോടെയാണ് അവർ സുവിശേഷം അറിയിക്കുവാനായി പോകുന്നത്. അതിനാൽ മനുഷ്യരുടെ പാപങ്ങൾ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്തോടെ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർക്ക് പ്രസംഗിക്കാം. വിശ്വസിക്കാഞ്ഞാൽ അവരുടെ പാപങ്ങൾ അവരുടെ മേൽ മോചിക്കപ്പെടാതെ നിലനിൽക്കും. ഇതാണ് സുവിശേഷം. ഇതാണ് യേശു ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ച ശ്രേഷ്ഠ ദൗത്യം. യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ഈ അവസരത്തിൽ ശിഷ്യന്മാരിൽ ഒരുവനായ തോമസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ശിഷ്യന്മാർ തോമസിനോട് അവർ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്നാൽ തോമസ് അത് വിശ്വസിക്കുവാൻ തയ്യാറായില്ല. അവന് യേശുവിനെ നേരിൽ കാണണം, യേശുവിനെ തൊട്ട് അറിയണം. തോമസ് ഇങ്ങനെ പറഞ്ഞത് യേശുവിൻ്റെ അസാന്നിധ്യത്തിലാണ്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശുവിന് അവൻ്റെ അസാന്നിധ്യത്തിൽ സംസാരിക്കുന്നത് പോലും അറിയുവാൻ കഴിയുമായിരുന്നു. മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളെ അറിയുവാൻ യേശുവിന് കഴിയുമായിരുന്നു. 7 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തോമസും മറ്റ് ശിഷ്യന്മാരും ഒരുമിച്ച് മുറിക്ക് അകത്ത് വാതിലടച്ച് കൂടിയിരിക്കുകയായിരുന്നു. അത് മുമ്പ് അവർ ഇരുന്നിരുന്ന മുറിയിൽ തന്നെ ആയിരിക്കാം. വാതിൽ അടച്ചിരിക്കെ തന്നെ യേശു അവർക്ക് വീണ്ടും പ്രത്യക്ഷനായി. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. യേശു തോമസിനോട് അവൻ്റെ കൈകളിലെയും വിലാപ്പുറത്തെ മുറിവുകളിൽ വിരൽ തൊട്ട് അവൻ ക്രൂശിക്കപ്പെട്ട യേശു തന്നെ എന്ന് മനസ്സിലാക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ തോമസ് അങ്ങനെ ചെയ്തതായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പകരം അവൻ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായി ഉള്ളോവേ എന്ന് പറഞ്ഞു യേശുവിൽ വിശ്വസിച്ചു. യോഹന്നാൻ 21 അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യക്ഷതയുടെ ചരിത്രം കൂടി യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അതിനുശേഷം യേശു പിന്നെയും തിബെരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു. തിബെരിയാസ് എന്നത് ഗലീല കടലാണ്. പത്രോസും മറ്റ് ശിഷ്യന്മാരും മീൻ പിടിക്കാൻ പോയി. ആരൊക്കെ പത്രോസിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. അവർ തോമസ്, നഥനയേൽ, യാക്കോബ്, യോഹന്നാൻ എന്നിവരും ശിഷ്യന്മാരിൽ പേര് പറയാത്ത വേറെ 2 പേരും ആയിരുന്നു. അവർ രാത്രി മുഴുവൻ മീൻ പിടിക്കുവാൻ ശ്രമിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല. അതിരാവിലെ യേശു കടൽക്കരയിൽ പ്രത്യക്ഷനായി പടകിൻ്റെ വലതു ഭാഗത്ത് വല വീശുവീൻ എന്ന് യേശു അവരോട് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. വലിയൊരു കൂട്ടം മീനുകളെ ലഭിച്ചു. അവർ കരയിൽ ചെന്നപ്പോൾ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. അത് യേശു അവർക്ക് വേണ്ടി കരുതി വെച്ച പ്രാതലായിരുന്നു. 13-ാം വാക്യത്തിൽ യോഹന്നാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഇവിടെ യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ചരിത്രം സുവിശേഷകർ അവസാനിപ്പിക്കുന്നു. എന്നാൽ അപ്പോസ്തലൻ പൗലോസ് അനന്തരം അവൻ 500-ൽ-അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു എന്ന് 1 കൊരിന്ത്യർ 15:6 പറയുന്നു. കൂടാതെ എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി എന്ന് കൂട്ടിച്ചേർക്കുന്നു. ഇവിടെ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ചരിത്രം അവസാനിപ്പിക്കാം. ശേഷമുള്ളത് ഉയർപ്പിന് ശേഷമുള്ള ചരിത്രം ആണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചുള്ള തുടർച്ചയായ പഠനത്തിലെ 3-ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. യേശുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പിന് ശേഷം എന്നീ 4 ഭാഗങ്ങളാണ് ഈ പഠനത്തിലുള്ളത്. ഇതിൽ 3-ാമത്തെ ഭാഗമായ ഉയർപ്പ് എന്നതാണ് ഈ സന്ദേശത്തിൽ നിങ്ങൾ കേട്ടത്. ഈ പഠനത്തിൻ്റെ 4 ഭാഗങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ naphtalitribe.tv.com ലഭ്യമാണ്. എല്ലാ ഭാഗങ്ങളും കേൾക്കുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇതിൻ്റെ ഇ-ബുക്ക് സൗജന്യമായി ലഭ്യമാണ്. താല്പര്യമുള്ളവർ 9961330751 എന്ന നമ്പറിൽ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.